മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? ഉത്തരം 1969 ജൂലൈ 20. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 11. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1969 ഓഗസ്റ്റ് 15. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആര്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ 11 പേടകത്തിന്റെ കമാൻഡർ മൊഡ്യൂൾ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം മൈക്കൽ കോളിൻസ്. അപ്പോളോ 11 പേടകം വിക്ഷേപിച്ച ബഹിരാകാശ നിലയം ഏതാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച അപ്പോളോ 11 ദൗത്യം വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം സാറ്റേൺ 5. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. ഇന്ത്യ ആദ്യമായി കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 1975 ഏപ്രിൽ 19. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യം ഏത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ, റഷ്യ. ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്ത് പോയ ആദ്യത്തെ മനുഷ്യൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ച വർഷം ഏത്? ഉത്തരം 1984 ഏപ്രിൽ 3. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിത ആര്? ഉത്തരം കൽപ്പന ചൗള. കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം കൊളംബിയ. കൽപ്പന ചൗളയുടെ മരണത്തിന് കാരണമായ കൊളംബിയ ദുരന്തം നടന്ന വർഷം ഏത്? ഉത്തരം 2003 ഫെബ്രുവരി 1. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വംശജയായ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യയുടെ റോക്കറ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ കെ ശിവൻ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1963 നവംബർ 21. ISROയുടെ പ്രധാന വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏതാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 2019 ജൂലൈ 22. ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി പേടകം ഇറക്കിയ ചരിത്ര പ്രസിദ്ധമായ ദൗത്യം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 3. ചാന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത തീയതി ഏത്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലാൻഡറിന്റെ പേരെന്തായിരുന്നു? ഉത്തരം വിക്രം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലെ റോവറിന്റെ പേരെന്തായിരുന്നു? ഉത്തരം പ്രഗ്യാൻ. ചാന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ തൊട്ട ചരിത്ര പ്രസിദ്ധമായ ഇടം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിവശക്തി പോയിന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ഗവേഷണ ദൗത്യം ഏതാണ്? ഉത്തരം ആദിത്യ L1. ഇന്ത്യയുടെ മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയ വർഷം ഏത്? ഉത്തരം 2014 സെപ്റ്റംബർ 24. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ മനുഷ്യൻ ആര്? ഉത്തരം യൂറി ഗഗാറിൻ. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം വെലന്റീന തെരഷ്കോവ. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന നായ. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയ പ്രദേശത്തിന്റെ പേരെന്താണ്? ഉത്തരം പ്രശാന്തിയുടെ കടൽ. മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1972 അപ്പോളോ 17 ദൗത്യം.
സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ചൊവ്വ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശനി. ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. വലിപ്പത്തിൽ ഭൂമിയോട് സാദൃശ്യമുള്ളതുകൊണ്ട് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയമെടുക്കും? ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ്. ഹാരിയുടെ വാൽ നക്ഷത്രം എത്ര വർഷത്തിലൊരിക്കലാണ് ഭൂമിക്ക് അടുത്ത് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം 76 വർഷത്തിലൊരിക്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ഉത്തരം ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി. നാസ വിഭാവനം ചെയ്ത പുതിയ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്ത്? ഉത്തരം ആർടെമിസ് ദൗത്യം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തുമ്പ, തിരുവനന്തപുരം. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ കളിപ്പാട്ടം ഏതാണ്? ഉത്തരം ഒരു ലൈറ്റ് സേബർ, സ്റ്റാർ വാർ സിനിമയിലേത്? സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പേറിയ ഗ്രഹം ഏതാണ്? ഉത്തരം യുറാനസ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ളതും മനോഹരമായ വലയങ്ങളുമുള്ളതുമായ ഗ്രഹം ഏതാണ്? ഉത്തരം ശനി. മുൻപ് 9ാമത്തെ ഗ്രഹമായി കണക്കാക്കപ്പെടുകയും പിന്നീട് കുള്ളൻ ഗ്രഹമായി മാറ്റുകയും ചെയ്ത ഗ്രഹം ഏതാണ്? ഉത്തരം പ്ലൂട്ടോ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇരട്ട സഹോദരന്മാർ ആരാണ്? ഉത്തരം മാർക്ക് കില്ലി, സ്കോട്ട് കില്ലി. അമേരിക്ക. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രക്രിയ ഏതാണ്? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. സ്വന്തമായി പ്രകാശമില്ലാത്തതും നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നതുമായ ആകാശഗോളങ്ങളെ എന്തു വിളിക്കുന്നു? ഉത്തരം ഗ്രഹങ്ങൾ. ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ദൗത്യം ഏതാണ്? ഉത്തരം മംഗൾയാൻ. ഇന്ത്യയുടെ മംഗൾയാൻ ദൗത്യം വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം PSLV-C-25. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയുടെ പേരെന്താണ്? ഉത്തരം ക്ഷീരപഥം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ഉത്തരം സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? ഉത്തരം പ്രോക്സിമ സെന്റോറി. ഇന്ത്യയുടെ GSLV റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന അതിശീതീകരണ സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ക്രയോജനിക് സാങ്കേതിക വിദ്യ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം സെലനോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഹീലിയോളജി. അമേരിക്കയുടെ പ്രശസ്തമായ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ പേരെന്താണ്? ഉത്തരം നാസ. റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ പേരെന്താണ്? ഉത്തരം റോസ്കോസ്മോസ്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ഗഗൻയാൻ. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം LV-M3. മുൻപ് GSLV-MK-3 എന്ന് അറിയപ്പെട്ടിരുന്നു. ആദ്യമായി ബഹിരാകാശത്ത് വെച്ച് സിനിമ ചിത്രീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. ദി ചലഞ്ച് എന്ന സിനിമ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും ഏകദേശം
എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 400 കിലോമീറ്റർ. ഇന്ത്യയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അഹമ്മദാബാദ്, ഗുജറാത്ത്. ഭൂമി സ്വയം ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന കൃത്യമായ സമയം എത്രയാണ്? ഉത്തരം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമി സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 365 ദിവസം. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 27.3 ദിവസം. ഉത്തരം ഇല്ല. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? ഉത്തരം എജ്യൂസാറ്റ്. രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും തിളക്കത്തോടെ കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഉത്തരം സിറിയസ്. വലിപ്പത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഭൂമിക്ക് സൗരയൂഥത്തിൽ ഉള്ളത്? ഉത്തരം 5-ാം സ്ഥാനം. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ചൊവ്വ. ബഹിരാകാശത്തേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 360 കിലോഗ്രാം. ബഹിരാകാശത്ത് ആദ്യമായി കുർബാന സ്വീകരിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം ബസ് ആൽഡ്രിൻ. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ വാലന്റീന തെരഷ്കോവ യാത്ര ചെയ്ത പേടകം ഏതാണ്? ഉത്തരം വോസ്റ്റോക്ക് 6. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1972 ജൂൺ 1. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം എക്സ്പ്ലോ പ്ലാനറ്റുകൾ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നു? ഉത്തരം 59%. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനത്തിനുള്ള ഉപഗ്രഹം? ഉത്തരം കാർട്ടോസാറ്റ് 1. ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ബഹിരാകാശത്ത് വച്ച് മാരഥൺ ഒട്ടകത്തിൽ പങ്കെടുത്ത വനിത? ഉത്തരം സുനിത വില്യംസ്. വലയങ്ങളുടെ ഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ശനി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭൂമി. ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഭൂമി. സെലനോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോഹാൻ ഹെമോണിമസ് റോട്ടർ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? ഉത്തരം റേഡിയോ സന്ദേശം വഴി. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര്? ഉത്തരം മരിയ. ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ മേയർ ഏതാണ്? ഉത്തരം മേയർ ഇംബ്രിയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ടെറേ.
ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം യുറാനസ്. അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ഉത്തരം ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താ വിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആപ്പിൾ. സൂര്യനെ ഏറ്റവും ബാഹ്യമായ വലയത്തിന്റെ പേരെന്താണ്? ഉത്തരം കൊറോണ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ആര്യഭട്ടൻ. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം ഭാസ്കര 1. അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു? ഉത്തരം 1992. സൂര്യന്റെ വാത്സ്യ ഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ സംരംഭം? ഉത്തരം സരൽ. ലോകത്തിലെ ആദ്യത്തെ വാർത്താ വിനിമയ ഉപഗ്രഹം? ഉത്തരം എക്കോ. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തായ്ക്കോണട്ട്. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം? ഉത്തരം ചന്ദ്രഗ്രഹണം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തി ആര്? ഉത്തരം പെഗ്ഗി വിറ്റ്സൺ. എത്ര ദിവസമാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് കഴിഞ്ഞത്? ഉത്തരം 665 ദിവസം. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം എം അണ്ണാദുരൈ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം രോഹിണി 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ? ഉത്തരം 68ാമത്തെ ദൗത്യം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം എ.ബി. വാജ്പേയി. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ഏത്? ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണം ഏത്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രന്റെ ഭാഗം ഏതാണ്? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്രയാണ്? ഉത്തരം 10 കിലോഗ്രാം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത്? ഉത്തരം ലൂണോ ഗോഡ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ഏത്? ഉത്തരം 6ാം സ്ഥാനം. ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് സിനിമാ നടൻ ആരാണ്? ഉത്തരം സുശാന്ത് സിംഗ് രാജ്പുത്. ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്ര ദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്? ഉത്തരം 6 ചാന്ദ്ര ദൗത്യങ്ങൾ. പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഉത്തരം യുറാനസ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ഉത്തരം ബുധൻ, ശുക്രൻ.
ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം? ഉത്തരം പ്ലൂട്ടോ. ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞതെന്ത്? ഉത്തരം സാരേ ജഹാംസെ അച്ഛ. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ്? ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. INSATന്റെ പൂർണ്ണരൂപം? ഉത്തരം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാകാൻ കാരണമെന്ത്? ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. നേപ്പാളിന്റെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഉത്തരം നിപ്പാലിസാറ്റ് 1. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം റവണ 1. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ്? ഉത്തരം 27.32 ഭൗമദിനങ്ങൾ. ചന്ദ്രനിലേക്ക് ആളില്ലാത്ത ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ഉത്തരം സോമയാൻ പദ്ധതി. നാസയുടെ പൂർണ്ണ രൂപം എന്ത്? ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര്? ഉത്തരം സൂപ്പർനോവ. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കലാം സാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? ഉത്തരം അപ്സര. ഇതുവരെ എത്ര ഇന്ത്യക്കാരാണ് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളത്? ഉത്തരം 3 ഇന്ത്യക്കാർ. സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര്? ഉത്തരം ഫോട്ടോസ്ഫിയർ.